തയ്യലിൽ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മെഷർമെൻറ്റ് കാൽക്കുലേഷൻ ഒരു തലവേദനയാണ്. ഒരു ചുരിദാർ തയ്ക്കാൻ ആവശ്യമായ അളവുകൾ ഏതൊക്കെയാണെന്നും സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് യൂസ് ചെയ്ത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കയ്യിലൊരു ബുക്കും പെന്നും കരുതാവുന്നതാണ്. വീഡിയോയിൽ പറയുന്ന ഓരോ പോയിൻറ്സും എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശാന്തമായി ഇരുന്ന് മൈൻഡൊക്കെ ഒന്ന് ക്ലിയറാക്കി ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. എൻ്റെ പേര് നീതു. വെൽക്കം ടു മൈ ടൈലറിംഗ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ സ്മോൾ സൈസ് ആണ്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 28 to 29 ആണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത മെഷർമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ചെസ്റ്റ് 7.25 ഇഞ്ചാണ്. വേസ്റ്റ് വരുന്നത് 6.25. നമുക്ക് ഏറ്റവും ചെറിയ ഒരു വണ്ണം ഉണ്ടല്ലോ, അതാണ് വേസ്റ്റ് 6.25. ഹിപ്പ് 8 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡെലിവറി കഴിഞ്ഞവർക്കും വയർ കുറച്ച് കൂടുതലുള്ളവർക്കും ഹിപ്പ് സൈസിൻ്റെ കൂടെ നമുക്ക് 1/4 ഇഞ്ച് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇവിടെ ഫുൾ ലെങ്ത് വരുന്നത് 42 ഇഞ്ചാണ്. പൊക്കം കുറഞ്ഞവർക്ക് 40 ഇഞ്ച് എടുത്താൽ മതിയാകും. തയ്യൽ തുമ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത്. നീ ലെങ്ത് ആണ് വേണ്ടതെങ്കിൽ 36 ഇഞ്ച് മതിയാകും. ഷോൾഡർ മുതൽ വേസ്റ്റ് വരെയുള്ള ലെങ്ത് ആണ് ഷേപ്പ് ലെങ്ത് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് 13.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ പൊക്കമുള്ള എല്ലാവർക്കും ഈ ഒരു ലെങ്ത് മതിയാകും. പൊക്കം തീരെ കുറവാണെങ്കിൽ മാത്രം 1/2 ഇഞ്ച് കുറയ്ക്കുക. പൊക്കം കൂടുതലുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടിക്കൊടുത്താലും മതി. ഇനി ഷോൾഡർ ടു സ്ലിറ്റിൻ്റെ ലെങ്ത് ആണ്. അത് 19 ഇഞ്ച് മതിയാകും. പൊക്കം കുറവാണെങ്കിൽ 18 ഇഞ്ച് സ്ലിറ്റ് ലെങ്ത് കൊടുത്താൽ മതി. നോർമൽ സൈസിനേക്കാളും കുറച്ചും കൂടെ പൊക്കം കൂടുതലാണെങ്കിൽ നമുക്ക് 19.5 ഇഞ്ച് കൊടുക്കാം. ഇനിയുള്ളത് ഷോൾഡർ ആണ്. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് ലെങ്ത് അനുസരിച്ച് ഷോൾഡറിൽ വ്യത്യാസം വരും. നോർമൽ നെക്ക് ചെയ്യുന്നവർക്ക് 5.5 ഇഞ്ച് ഷോൾഡർ എടുത്താൽ മതി. ഇത് രണ്ടായിട്ട് മടക്കി തയ്യൽ തുമ്പെല്ലാം ആഡ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫുൾ ഷോൾഡറിൻ്റെ ലെങ്ത് അല്ല പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ കട്ട് ചെയ്യാനായിട്ട് മടക്കുമല്ലോ, 4ആയിട്ട് മടക്കി ഇടുമ്പോൾ നമ്മൾ എത്രയിലാണോ കട്ട് ചെയ്യേണ്ടത് അതാണ് പറയുന്നത്. നോർമൽ നെക്കാണെങ്കിൽ 5.5 ഇഞ്ച് ഷോൾഡർ മതി. കോളർ നെക്കാണെങ്കിൽ 7.25 ഇഞ്ചും ബോർഡ് നെക്കാണെങ്കിൽ 6.5 ഇഞ്ചും കൊടുക്കാം. നോർമൽ നെക്ക് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.25 മതിയാകും. ആം ഹോള് നമുക്ക് 7.25 ഇഞ്ചാണ് വേണ്ടത്. ഇത് ലൂസ് ചേർത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഇനി സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 12 ഇഞ്ചും വിഡ്ത്ത് 4.5 ഇഞ്ചുമാണ് വേണ്ടത്. 3/4 ലെങ്ത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ ചുരിദാറിൻ്റെ താഴെ വശത്തെ വിരിവ് നമുക്ക് വേണ്ടത് ഹിപ്പിനെക്കാട്ടിലും 1/2 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി. പ്രത്യേകിച്ചും മെലിഞ്ഞ ആളുകളിൽ ഒരുപാട് വിരിവ് കൊടുക്കുന്നത്, താഴത്തെ ആ ഒരു വിരിവ് ഒരുപാട് കൊടുക്കുന്നത് നന്നായിരിക്കില്ല. 1/2 ഇഞ്ച് മാത്രം കൂടുതൽ കൊടുക്കാം. ഇനി ഹിപ്പിൻ്റെ അതേ സെയിം തന്നെ വിരിവ് കൊടുത്താലും കുഴപ്പമില്ല. താഴത്തെ ഭാഗമാണ് പറയുന്നത്. സ്ലിറ്റ് ഇല്ലാതെ ഒരു എലൈൻ ടോപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഹിപ്പിൻ്റെ കൂടെ ഒരു 5 അല്ലെങ്കിൽ 4 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതിയാകും. ഇനി ഒരു ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. വണ്ണം കുറവാണെങ്കിലും ബ്രസ്റ്റ് സൈസ് കുറച്ച് കൂടുതലുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഇടയിൽ ഒരു ചെറിയ ഷേപ്പ് കൊടുത്ത് തയ്ക്കണം. ചെറുതായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിലൊന്ന് കർവ് ചെയ്ത് വരച്ചാൽ മതിയാകും. അപ്പോൾ അതേപോലെ തന്നെ തയ്ച്ചു വരിക. ഇത് കറക്റ്റ് ബോഡി ഷേപ്പിൽ നിൽക്കാനായിട്ട് സഹായിക്കും. ബോഡി മെഷർമെൻറ്റിൻ്റെ ക്ലാസ്സിൽ നമുക്കിത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയോ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കോൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് മെസ്സേജായി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.